ഹായ് സുഹൃത്തുക്കളെ, നമുക്ക് ഇതുപോലുള്ള പെയിൻറ്റ് ബക്കറ്റിൽ എങ്ങനെയാണ് പ്ലാന്റ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതേപോലൊരു ബക്കറ്റ് എടുക്കാം. ബക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് ബക്കറ്റിന് അടിവശത്തായിട്ട് നല്ല രീതിയിൽ ഹോൾ ഉണ്ടാക്കി കൊടുക്കാം. കത്തി വെച്ച് തുളച്ചാൽ ഹോൾ ഉണ്ടാക്കിയിടുന്നതായിരിക്കും. നല്ല രീതിയിൽ വെള്ളം ഒഴുകി പോകാൻ വേണ്ടിയിട്ടാണ് ഹോൾ ഉണ്ടാക്കുന്നത്. ഇനി ആ ബക്കറ്റിലേക്ക് നമുക്ക് കുറച്ച് ഓടിൻ്റെ പീസോ അല്ലെങ്കിൽ കല്ലിൻ്റെ കഷ്ണങ്ങളോ ഇട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചെറിയ ചെറിയ കല്ലിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രീറ്റ് ചെയ്ത് വെച്ച ഒരു ചട്ടി മണ്ണും 2 ചട്ടി ആറ്റുമണലും എന്നതിന് ശേഷം 2 ചട്ടിയോളം കോക്കോപ്പീറ്റും നമുക്ക് ചേർത്ത് കൊടുക്കാം. 1 ചട്ടി ചാണകപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ബക്കറ്റിൻ്റെ മുക്കാൽ ഭാഗത്തോളം നമുക്ക് ഈ മിക്സ് നിറച്ച് കൊടുക്കാം. നിറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ചെറുങ്ങനെ നനച്ചതിന് ശേഷം വേര് വന്ന ഒരു തൈ നമുക്ക് ബക്കറ്റിൻ്റെ ഒരു സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. അധികം മണ്ണിലേക്ക് താഴ്ത്തി വെക്കേണ്ട ആവശ്യമില്ല. വേര് മാത്രം മണ്ണിലേക്ക് പോകുന്ന രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കൊരു സ്കൂട്ടിയുടെ ടയർ ഇതിൻ്റെ മുകളിലിട്ട് വെച്ച് കൊടുക്കാം. ആ സ്കൂട്ടിയുടെ ടയറിനോട് കൂട്ടിയിട്ട് നമ്മുടെ പ്ലാന്റിനെ ഒന്ന് കെട്ടിക്കൊടുക്കാം. പ്ലാന്റിൽ നിന്ന് വന്ന തളിർപ്പുകളൊക്കെ ഒന്ന് വളച്ച് നമ്മുടെ ഇഷ്ടാനുസരണം ഷേപ്പാക്കി കെട്ടിക്കൊടുക്കുക. നമുക്കിതിനെ നല്ല വെയിൽ ലഭിക്കുന്ന മുറ്റക്കൊള്ളിൻ്റെ മുകളിലേക്ക് മാറ്റി വെച്ച് അതിൻ്റെ അടിയിലോട്ടായിട്ട് ഇതേപോലെ ഒരു 2 ടൈൽസിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കുക. വെള്ളം നല്ല രീതിയിൽ അങ്ങ് വാർന്നു പോകാൻ വേണ്ടിയിട്ടാണിത്. ഇത് 1-2 മാസം വളർന്നതിന് ശേഷം നമ്മൾ പച്ചക്കറിക്ക് ഒഴിച്ച് കൊടുക്കുന്ന സ്ലറി 1 ലിറ്ററിന് ഒരു 10 ലിറ്ററോ അല്ലെങ്കിൽ 15 ലിറ്ററോ കണക്കിന് വെള്ളം ചേർത്ത് ഇതിന് ഒഴിച്ചു കൊടുത്തു.